നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണം. പ്രതികൾക്ക് ജാമ്യമില്ല. പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. അറസ്റ്റിലായ 3 വിദ്യാർത്ഥിനികളെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. റിമാൻഡിലായത് അലീന ദിലീപ്, അക്ഷിത AT, അഞ്ജന മധു എന്നിവർ. വയനാടിനോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി LDF. അടുത്ത മാസം 5-ന് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കും. രാജ്ഭവന് മുന്നിലും ധർണ സംഘടിപ്പിക്കാനാണ് LDF തീരുമാനം. ഭരണഘടനാ അവഹേളന പ്രസംഗം ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് TP രാമകൃഷ്ണൻ. നിയമപരമായ വിഷയത്തിൽ തുടരന്വേഷണം നടക്കട്ടെ എന്നും ഇടതുമുന്നണി കൺവീനർ പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം നീട്ടി നൽകി കോടതി. സാവകാശം വേണമെന്ന പോലീസിന്റെ ആവശ്യം അംഗീകരിച്ചാണ് ഈ തീരുമാനം. തിങ്കളാഴ്ച കേസ് ഡയറി ഹാജരാക്കണം. ഈ മാസം 29-ന് കേസ് വീണ്ടും പരിഗണിക്കും. ആദം ജോൺ ആന്റണി തിരോധാന കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കും. SP-യുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. നിലവിലെ അന്വേഷണ സംഘം അപര്യാപ്തമെന്ന് കോടതിയുടെ വിമർശനം. ഡൽഹിയിൽ വായുമലിനീകരണം കർശന നിർദ്ദേശവുമായി സുപ്രീം കോടതി. നിരോധിത വാഹനങ്ങൾ തടയണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. GRAP 4-ൽ നിരോധിച്ചിട്ടുള്ള വാഹനങ്ങൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് തടയണമെന്നും സുപ്രീം കോടതി. അതിർത്തികളിൽ 118 ചെക്ക് പോസ്റ്റുകളും ചെക്കിംഗ് കർശനമാക്കണമെന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. പാലക്കാട് നീലിപ്പാറയിൽ കാർ യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കിഴക്കഞ്ചേരി പഴാർണി സ്വദേശിയാണ് പിടിയിലായത്. ഇതോടെ കേസിലെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. ബിബിനാണ് കേസിലെ സൂത്രധാരനെന്നാണ് പോലീസ് നിഗമനം. സാഹിത്യകാരനും നാടക പ്രവർത്തകനുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു. അന്ത്യം 101-ാം വയസ്സിൽ ഡൽഹിയിലെ ആശുപത്രിയിൽ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾക്കും അർഹനായിരുന്നു ഇദ്ദേഹം. സംസ്കാരം മറ്റന്നാൾ ഡൽഹി ലോധി റോഡ് ശ്മശാനത്തിൽ. ഉത്തര കൊറിയയ്ക്ക് റഷ്യൻ സഹായം. റഷ്യയ്ക്ക് ഉത്തര കൊറിയ സൈനികരെ നൽകിയതിന് പകരമായി റഷ്യ ആയുധങ്ങൾ നൽകിയെന്ന് വിവരം. ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകളും വ്യോമ പ്രതിരോധോപകരണങ്ങളും നൽകിയെന്നാണ് റിപ്പോർട്ട്. ദക്ഷിണ കൊറിയൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷിൻ ലോൺ സിക്കിന്റേതാണ് ആരോപണം. 10,000-ഓളം ഉത്തര കൊറിയൻ സൈനികർ റഷ്യക്കായി യുദ്ധമുന്നണിയിലുണ്ട്. ബോർഡൻ ഗാവസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് ലീഡ് പ്രതീക്ഷ. പെർത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 150 റൺസിന് പുറത്തായി. മറുപടി പറയുന്ന ഓസ്ട്രേലിയയും ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ്. 1-ാം ദിവസം മത്സരം നിർത്തുമ്പോൾ ഓസ്ട്രേലിയ 7 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറിന് ഒപ്പമെത്താൻ ഓസ്ട്രേലിയക്ക് ഇനി 83 റൺസ് കൂടി വേണം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.